ഈ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. പല ആൾക്കാരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ ബാങ്ക് ലോണിലാണ്. കാരണം ഒത്തിരി ആൾക്കാർക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ ബാങ്ക് ലോണുകൾ സഹായിക്കുന്നുണ്ട്. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് എടുക്കുന്നത് പോലെ തന്നെ ലോണും കൊടുക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു ബാങ്കിങ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് ലോൺ എടുക്കാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? അതേപോലെ തന്നെ ഈ ധാരാളം പുതിയ ലോൺ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, കുറേ ട്രാപ്പൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോവാതെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എസ്പെഷ്യലി സുജിതൻ്റെ ചോദിച്ചില്ലായിരുന്നു പുതിയ ഓൺലൈൻ ലോൺ ആപ്പുകളൊക്കെ പറഞ്ഞില്ലേ, അവരെ പരസ്യം കണ്ടുണ്ടോ? 1% പലിശയ്ക്ക്, അല്ലെങ്കിൽ 0.5% പലിശയ്ക്ക്, 2% പലിശ, ഇല്ല 5% പലിശയ്ക്ക്, ആ രീതിയിലേക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് അടിയിൽ കുറച്ചുകൂടെ മറ്റേ സൂക്ഷ്മദർശിനി അല്ലെങ്കിൽ ഒന്നുകൂടെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം 1% എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ 2% എന്ന് പറയുന്നത് പെർ മന്ത് ആയിരിക്കും. അതായത് ബ്ലേഡുകാരുടെ ഓൺലൈൻ വേർഷൻ. അത് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞത്. എന്താ കാരണം എല്ലാ ബാങ്കിലും ലോണിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർ ആനമാണ്. സെയിം സാധനം തന്നെ നമുക്ക് പെർ മന്തും പറയാം. ഈ നമ്മൾ ബീങ് എ സൗണ്ട് എന്തൂസിയാസിസ്റ്റ്, എൻ്റെ ഇതിലേക്ക് സൗണ്ടിലേക്ക് വരുന്ന താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാമല്ലോ, നമ്മൾ ഈ PMPO അതിൻ്റെ RMS ഇല്ലേ, സൗണ്ടിൽ പറയുമല്ലോ, റൂട്ട് മീൻ സ്ക്വയറും PMPയും 600 വാട്ട് RMPO എന്നൊക്കെ പറയുമ്പം ഔട്ട്പുട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും, പക്ഷേ പ്രോപ്പർ ഔട്ട്പുട്ട് എത്ര ഉണ്ടാകുമോ ഇല്ലല്ലോ. PMPO എന്ന് പറഞ്ഞാൽ പീക്ക് മ്യൂസിക് പവർ ഔട്ട്, അത്രയാണ് വരുന്നത്. വെച്ചാൽ മാക്സിമം വൺസിൻ്റെ പോയിന്റ് ഓഫ് ടൈമിൽ ഇത്ര മാക്സിമം ഇത്ര വരെ കിട്ടും. ഡസൻറ്റ് മീൻസ് ഇത്ര ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 30 അല്ലെങ്കിൽ 20 25 എത്ര ഉണ്ടാവും, അതായിരിക്കും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. എന്ന് പറഞ്ഞ പോലെ തന്നെ 1% ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ 2% ഇൻട്രസ്റ്റ് വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? 2% ഇൻട്രസ്റ്റേ ഉള്ളൂ. പക്ഷേ അത് പെർ മന്താണോ പെർ ആനമാണോ എന്ന് പറയുന്നത്. ഒരു ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബാങ്കുകളും പെർ മന്ത് ഇൻട്രസ്റ്റ് പറയത്തില്ല, പെർ ആനം ഇൻട്രസ്റ്റേ പറയത്തുള്ളൂ. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ലോൺ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ 2 ടൈപ്പ് ഓഫ് ലോൺ ഉണ്ട്. ഡിമിനിഷിങ്ങും ഉണ്ടാവും, ഇല്ലെങ്കിൽ നോർമൽ ഇതായിട്ടുള്ള ഉണ്ടാവും. ഈ ഡിമിനിഷിങ് ഹോം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമിനിഷിങ് ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പർട്ടിക്കുലർ എമൗണ്ട് എടുത്തു, 1,00,000 രൂപ എടുത്തു. നമ്മൾ എവരി മന്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുമല്ലോ, പൈസ അടയ്ക്കുമല്ലോ, ഇൻട്രസ്റ്റ് അടയ്ക്കും. ആ ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ ചെറിയൊരു പോർഷൻ ഇൻട്രസ്റ്റിലേക്കും പോകും, ചെറിയൊരു പോർഷൻ പ്രിൻസിപ്പലിലേക്കും പോകും. പ്രിൻസിപ്പലിലേക്ക് പോകുന്ന എമൗണ്ട് അതനുസരിച്ച് കുറഞ്ഞ് വരികയെന്നിരിക്കട്ടെ, ദാറ്റ് ഈസ് കോൾഡ് ഡിമിനിഷിങ് എമൗണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് എന്ന് പറയും. വാട്ട് എവർ മേ ബി ദ പേയ്മെൻറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും. EMI ഒക്കെ വരില്ലേ, അതൊക്കെ ഫ്ലാറ്റ് റേറ്റാണ്. നിങ്ങൾ എത്ര അടച്ചാലും ലൈറ്റ് അവ പ്രിൻസിപ്പലിലേക്ക് ഇൻട്രസ്റ്റിലേക്കും പോയാലും 1-ാം മാസം അടയ്ക്കേണ്ടതിന് 30 മാസം അല്ലെങ്കിൽ 6 മാസം എത്രയാണ് നിങ്ങൾ ടെന്യൂർ എടുത്തിരിക്കുന്ന ആ ടൈം പീരീഡിലേക്ക് അടയ്ക്കണം, കുറഞ്ഞു വരത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലാറ്റ് റേറ്റ്. അങ്ങനെയും കസ്റ്റമർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും കസ്റ്റമർക്ക് ഏറ്റവും കൺവീനിയൻറ്റ്. ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന അതും എല്ലാ ലോണും ഡിമിനിഷിങ് റേറ്റിലായിരിക്കില്ല എല്ലാ ബാങ്കുകളും കൊടുക്കുന്നത്. ഹോം ലോണൊക്കെ ഡിമിനിഷിങ് റേറ്റിലായിരിക്കും കൊടുക്കുന്നുണ്ട്. അതേസമയം അൺസെക്യൂർഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ പോലെയൊക്കെ ഒരിക്കലും ഡിമിനിഷിങ് റേറ്റ് കൊടുക്കാൻ പറ്റില്ല ബാങ്കിനെ സംബന്ധിച്ചുള്ളൂ. പക്ഷേ കാരണം അവരൊരു ഇതുമില്ല, റിസ്ക് എടുത്താണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഫ്ലാറ്റ് റേറ്റ്, ആ റേറ്റിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ആർക്കൊക്കെ ലോൺ കിട്ടും ഇല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെ നോർമലി എല്ലാവരും ആദ്യം ബാങ്കിൽ ചെന്ന് ചോദിക്കുന്നത് നോർമൽ ജനറേറ്റ് സാറേ ഞങ്ങൾക്കൊക്കെ ലോൺ തരുമോ, ഞങ്ങൾക്ക് വീടിനൊക്കെ ലോൺ തരുമോ, സാധാരണ നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ലോൺ കിട്ടും, പ്രൊവൈഡഡ് ഫീസ് ഹാവിങ് ഇനഫ് സഫിഷ്യൻറ്റ് ഇൻകം പ്രൂഫ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള കാരണം ലോൺ റീപേയിങ് കപ്പാസിറ്റി എന്നുണ്ടല്ലോ. നമുക്ക് ലോൺ പെട്ടെന്ന് ഒരാൾക്ക് എടുക്കാം. അയാളെ സംബന്ധിച്ചോളം ബാങ്ക് സംബന്ധിച്ച് നോക്കുന്നത് എന്തറിയാം, അയാൾക്ക് സുജിത്തിലെ ശേഖറിന് 1 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ലോൺ തന്നാൽ വെദർ ഹി ഹാസ് ദ റീകേപ്പബിലിറ്റി ടു റീപേ ബാക്ക് ദ ലോൺ. ഞാൻ ശേഖരന് കൊടുത്ത 1,00,000 രൂപ ശേഖരന് തിരിച്ച് ബാങ്കിന് അടയ്ക്കാനുള്ള എന്തെങ്കിലും വരുമാന സ്രോതസ് ശേഖരനുണ്ടോ? ഉണ്ടെങ്കിൽ ബാങ്ക് ഈസ് റെഡി ടു ഗീവ് ദ ലോൺ. ഇല്ലെങ്കിൽ ബാങ്ക് അതിന് കുറേ ക്രൈറ്റീരിയ കുറേ കാര്യങ്ങൾ നോക്കും, ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്കിട്ട് സാറ്റിസ്ഫാക്ടറി അല്ലാത്തൊരാൾക്ക് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് കിട്ടാക്കടം ഇല്ലെങ്കിൽ NPA എന്ന് പറയും, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയും, NPAയിലേക്ക് മാറും. അത് ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം NPA നെഗറ്റീവാണ്. അത് ഏറ്റവും കുറയ്ക്കാനാണ് ബാങ്ക് നോക്കുന്നത് എല്ലാ ബാങ്കിൻ്റെ. കാരണം ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. റിസർവ് ബാങ്ക് എപ്പോഴും NPA കുറയ്ക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എല്ലാ ബാങ്ക് എന്താ നോക്കുന്നത്, റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ലോൺ കിട്ടും, അത് മൂന്നാമതൊരു ചോദ്യം വരും.
അതിനകത്താണ് ഫൊയറിൻ്റെ വരുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സെ ഫോർ എക്സാമ്പിൾ സുജിത്തിന് 100 രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. സുജിത്തിന് ഇൻ ടോട്ടൽ എല്ലാ പല ലോൺ ഉണ്ടാവും. ഹോം ലോൺ ഉണ്ടാവും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, വെഹിക്കിൾ ലോൺ ഉണ്ടാവും. എല്ലാ ലോണും പുട്ട് ടുഗദർ സുജിത്തിന് ഓരോ മാസം മന്ത്ലി അടവ് വരുമല്ലോ, അത് 60 രൂപ വരെ ആകാൻ പാടുള്ളൂ. 60 രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ ലോൺ കിട്ടത്തില്ല, പർട്ടിക്കുലർ എമൗണ്ട് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ കാരണം അത് റിസർവ് ബാങ്ക് വെച്ചിരിക്കുന്ന നിയമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40 രൂപ എന്താ വെച്ചിരിക്കുന്നത് അറിയോ? ആ 40 രൂപ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടണ്ടേ ഒരു മാസം? ഈ ലോൺ മാത്രം അടച്ചാൽ മാത്രം മതിയല്ലോ, ഒരാൾ ജീവിക്കണ്ടേ. അതിന് വേണ്ടി വെച്ചിരിക്കുന്ന എമൗണ്ടാണ് പർട്ടിക്കുലർ റിമൈനിങ് എമൗണ്ട്. ആ മിനിമം എമൗണ്ട് ഉള്ള ഒരാൾ, അത്ര എമൗണ്ടിനുള്ള ലെവലിലുള്ള ലോണേ ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചേക്കും ചിലക്ക് ഹൈ എമൗണ്ട് ലോൺ കിട്ടും, ചിലക്ക് ലോ എമൗണ്ട് ലോൺ കിട്ടും. ഇല്ലെങ്കിൽ ചില ആൾക്കാർ ലോൺ പറയും, നിങ്ങൾക്ക് ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ഇന്നൊരു ലോൺ ഉണ്ട്, അത് ക്ലോസ് ചെയ്തോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹയർ എമൗണ്ട് ലോണായിട്ട് കിട്ടുന്നൊക്കെ പല കസ്റ്റമേഴ്സിൻ്റെ പല ആൾക്കാരൊക്കെ പറയുന്നത്. ഒരിക്കലും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺ തരാൻ മടി ഉണ്ടാകുക എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺ കൊടുക്കാന്നുള്ള കാരണം ഏറ്റവും കൂടുതൽ ബീങ് എ ബാങ്കർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ബാങ്കിന് ലോൺ കൊടുക്കുന്നതാണ് നമ്മുടെ മോഡി എന്നുള്ള ആൾക്കാർ പറയുന്നത്. നമ്മൾ ലോൺ കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. സോ പ്രൊവൈഡഡ് കസ്റ്റമർ ആ ക്രൈറ്റീരിയയോടെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അതാണ്. അതായത് നിങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് ബാങ്കിൽ ഇട്ടിട്ട് ആ ഡെപ്പോസിറ്റ് നിങ്ങളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5% കൊടുക്കുന്നു. ആ പൈസ എടുത്ത് നിങ്ങൾ ലോണിന് കൊടുത്തിട്ട് 8% ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നു, അല്ല 10% ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നു, അല്ലേ? ബേസിക്കലി അതല്ലേ ശരിക്കും ബാങ്കിങ്ങിൽ നടക്കുന്ന ഒരു പരിധി. അതെ, അങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ സുജിത്തിന് ഞാൻ 5 രൂപ വാങ്ങിച്ചിട്ട് അത് ലോൺ കൊടുത്ത് ആ പൈസ, ആ ഡിഫറൻസ് അല്ല സുജിത്ത് പറഞ്ഞത്. ഈ പൈസ സേഫായിട്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലം, അതിന് സെക്യൂരിറ്റി, ഇലക്ട്രിസിറ്റി, ഞാൻ പറഞ്ഞതിന് കുറേ അധികം കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ബാങ്കിന് കുറച്ച് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ആ കോസ്റ്റ് മാത്രം കവർ അപ്പ് ചെയ്താൽ പോരാ, ചാരിറ്റി ഓൾസോ. അതെ, പ്രോഫിറ്റ് ഉണ്ടാവണം, അങ്ങനെയുള്ള പല സംഭവങ്ങളും നിൽക്കും.